നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ ഡാറ്റാ സെന്റർ സ്റ്റോക്സ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വിഷയം നമ്മൾ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയുന്ന പോലെ തന്നെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ഡാറ്റാ സെന്റർ വ്യവസായത്തിലേക്ക് ഇറങ്ങുന്നു, അല്ലെങ്കിൽ ഇറങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ ഡാറ്റാ സെന്റർ എന്ന് പറയുന്ന ഒരു ഇതിനകത്തേക്ക് കാപെക്സ് സ്പെൻഡിങ് നടത്താൻ പോകുന്നു എന്ന് ഏതെങ്കിലും ഒരു കമ്പനി ഏതെങ്കിലും ഒരു പ്രസ് റിലീസ് നടത്തിയാൽ ഉടനെ ആ ഒരു കമ്പനിയുടെ ഷെയറുകൾ ഒരു 20 മുതൽ 25% വരെ ഡിമാൻഡ് കൊണ്ട് അങ്ങോട്ട് കയറിപ്പോവുക എന്നുള്ളൊരു പതിവാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പണ്ടത്തെ .com ബബിളിനെ കുറിച്ചാണ് നമുക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത്. ഏകദേശം 90കളിലെയും 2000-ലെയൊക്കെ .com ബബിൾ പോലെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡാറ്റാ സെന്റർ എന്ന് പറഞ്ഞൊരു വ്യവസായം എന്താണ്, അതേപോലെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള ഒരു ഡാറ്റാ സെന്റർ ബിസിനസ്സുകളാണ് ഉള്ളത് എന്നുള്ളത് കൂടെ അറിയേണ്ടത് സത്യം പറഞ്ഞാൽ വളരെ അത്യാവശ്യമാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഇത്തരത്തിലുള്ള ഡാറ്റാ സെന്റർ ബിസിനസിന്റെ ഒരു ഡൈനമിക്സ് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇതിന്റെ പ്രോഫിറ്റ് മാർജിൻസ് എന്തുമാത്രം വരും, അഥവാ എന്തുമാത്രം റിസ്കുകൾ ഓരോ തരത്തിലുള്ള ഡാറ്റാ സെന്റർ ബിസിനസ്സിന് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇതിനെ അവലംബിച്ച് മാത്രമേ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ കഴിയുകയുള്ളൂ. കാരണം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഡാറ്റാ സെന്റർ എന്ന് പറയുന്ന ഒരു വ്യവസായത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ അകത്ത് ഇൻഫ്രാസ്ട്രക്ചർ സപ്ലൈ ചെയ്യുന്നവർ മുതൽ ഹാർഡ്വെയർ സപ്ലൈയേഴ്സ് വരെയുണ്ട്. പിന്നെ ഡാറ്റാ സെന്റർ യൂട്ടിലൈസ് ചെയ്യുന്ന കമ്പനികളുണ്ട്. അപ്പൊ ഇവയെല്ലാം ഡാറ്റാ സെന്റർ എന്ന് പറയുന്ന ഒരു ഒറ്റ കുടക്കീഴിലാണ് സാധാരണ രീതിയിൽ ഏതെങ്കിലും ഒരു സ്ക്രീനർ സോഫ്റ്റ്വെയർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള ബിസിനസ്സുകളാണ് ഈ ഒരു ഡാറ്റാ സെന്റർ എന്ന് പറയുന്ന കുടക്കീഴിന്റെ താഴെയുള്ളതെന്ന് നോക്കാം. അതുകൂടെ അനുബന്ധിച്ചിട്ടുള്ള പ്രോഫിറ്റ് മാർജിൻസ് ഓരോ സെഗ്മെന്റിനും എന്തുമാത്രം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ കണക്ക് കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ കഴിയും. ഡാറ്റാ സെന്റർ എന്ന് പറയുന്ന ഒരു വ്യവസായത്തിന്റെ മുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ പ്രധാനമായും ഇവയെ കോലൊക്കേഷൻ ഡാറ്റാ സെർവേഴ്സ്, ക്ലൗഡ് ഡാറ്റാ സെർവേഴ്സ്, എന്റർപ്രൈസ് ഡാറ്റാ സെർവേഴ്സ്, മാനേജ്ഡ് ഹോസ്റ്റിംഗ് ഡാറ്റാ സെന്റേഴ്സ്, ഹൈപ്പർ സ്കെയിൽ ഡാറ്റാ സെന്റേഴ്സ്, പിന്നെ എഡ്ജ് ഡാറ്റാ സെന്റേഴ്സ് എന്നിവയായിട്ട് നമുക്ക് വേണമെങ്കിൽ തരംതിരിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോ സെഗ്മെന്റിൻ്റെ അകത്തും വരുന്ന ഈ പറയുന്ന തരത്തിലുള്ള ഡാറ്റാ സെന്റർ സർവീസ് പ്രൊവൈഡേഴ്സിന് എന്തുമാത്രം പ്രോഫിറ്റ് മാർജിൻ ലഭിക്കും എന്നുള്ളത് കൂടി നോക്കാം. നമുക്ക് ആദ്യമായിട്ട് കോലൊക്കേഷൻ ഡാറ്റാ സർവീസ്. കോലൊക്കേഷൻ ഡാറ്റാ സർവീസ് എന്ന് പറയുന്നത് താരതമ്യേന ഒരു ഇത്തിരി റിസ്ക് കുറഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാൻ പറ്റുന്നതാണ്. അതായത് ഈ ഒരു സെഗ്മെന്റിന്റെ അകത്ത് ഡാറ്റാ സെന്ററിന്റെ അകത്ത് ഹാർഡ്വെയർ ഒഴികെ ബാക്കി എല്ലാം ആവശ്യമുള്ളവർക്ക് ലീസ് ചെയ്യുക എന്നുള്ളതാണ് കഥ. അതായത് ഇൻഫ്രാസ്ട്രക്ചർ, കൂളിംഗ് സൊല്യൂഷൻസ്, കണക്ടിവിറ്റി, ഹാർഡ്വെയറിന്റെ മുകളിൽ കാര്യമായിട്ടുള്ള നിക്ഷേപങ്ങളൊന്നും ഇത്തരത്തിലുള്ള കോലൊക്കേഷൻ ഡാറ്റാ സർവീസ് നടത്താറില്ല. ഇവയെ പ്രധാനമായിട്ടും ഇവരുടെ ഒരു ആകർഷണീയത എന്ന് പറയുന്നത് ലൊക്കേഷൻ തന്നെയാണ്. അതേപോലെ തന്നെ കണക്ടിവിറ്റി എന്തുമാത്രം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇവിടെയാണ് സത്യത്തിൽ നമ്മുടെ ചില കമ്പനികളൊക്കെ ഡാറ്റാ സെന്റർ വ്യവസായത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് പറയുമ്പോഴും അവരുടെ കണക്ടിവിറ്റിയും അതേപോലെ തന്നെ കൂളിംഗ് സൊല്യൂഷനിലുള്ള അവരുടെ ടെക്നോളജി പാർട്ണർ ആരാണെന്നുള്ളതും ഒരു വലിയ കാര്യമായിട്ട് നിലനിൽക്കുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അനന്തരാജ് ഇൻഡസ്ട്രീസ്. അപ്പൊ അനന്തരാജ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. അവർ അവരുടെ റിയൽ എസ്റ്റേറ്റ് സ്പേസ് ഡാറ്റാ സെന്ററിന് വേണ്ടിയിട്ട് ലീസ് ചെയ്യുന്നു. പക്ഷെ അതേസമയം തന്നെ മൈൻഡ് സ്പേസിന്റെ സ്പേസും അവിടെ അവൈലബിൾ ആണ്. എന്തുകൊണ്ട് അനന്തരാജിനേക്കാളും മൈൻഡ് സ്പേസിനെ ഇൻഡസ്ട്രി പ്രിഫർ ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരം കണക്ടിവിറ്റിയും കൂളിംഗ് സർവീസ് പാർട്ട്ണറുമാണ്. പലപ്പോഴും ആദ്യകാലങ്ങളിൽ പേരെടുത്തിട്ടുള്ള ടെക്നോളജി പാർട്ട്നേഴ്സ് ഇല്ലെങ്കിൽ പലപ്പോഴും കോലൊക്കേഷൻ സർവീസ് പ്രൊവൈഡേഴ്സിന് ക്ലയൻസിനെ കണ്ടുപിടിക്കൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അതിനുശേഷം കുറച്ചു കാലങ്ങൾക്ക് ശേഷം സർവീസും കണക്ടിവിറ്റി ഒക്കെ നല്ലതാണെങ്കിൽ താനെ ക്ലയൻസിനെ കിട്ടുമെന്നുള്ളത് സത്യത്തോടെ യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. അടുത്തായിട്ട് പ്രോഫിറ്റ് മാർജിൻസ്. താരതമ്യേന മറ്റുള്ള ഡാറ്റാ സെന്റർ സെഗ്മെന്റ്സിൽ വെച്ച് നോക്കുമ്പോൾ പ്രോഫിറ്റ് മാർജിൻ താരതമ്യേന ഇതിൽ കൂടുതലാണ്. ഏകദേശം 50 മുതൽ 70% വരെ പ്രോഫിറ്റ് മാർജിൻസ് ലഭിക്കുന്നു എന്നാണ് നാസ്കോമിന്റെയും മക്കിൻസിയുടെയും വൈറ്റ് പേപ്പേഴ്സ് പറയുന്നത്. ലിസ്റ്റഡ് കമ്പനിയായിട്ടുള്ള HCL ടെക്നോളജീസ്, അതുപോലെ ടാറ്റ കമ്മ്യൂണിക്കേഷൻസ്, ഇവരൊക്കെയാണ് പ്രധാനമായിട്ടും കോലൊക്കേഷൻ ഡാറ്റാ സർവീസ് ഫെസിലിറ്റീസ് മാനേജ് ചെയ്യുന്നത്. അടുത്തായിട്ട് ക്ലൗഡ് ഡാറ്റാ സെന്റേഴ്സ് ആണ്. ഇത് നമുക്ക് താരതമ്യേന വളരെ പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ആമസോൺ വെബ് സർവീസ്, മൈക്രോസോഫ്റ്റ് അഷ്യൂർ, ഗൂഗിൾ ക്ലൗഡ്, ഇവയൊക്കെ ഈ ക്ലൗഡ് ഡാറ്റാ സെന്റേഴ്സിന്റെ ഉദാഹരണങ്ങളാണ്. ഇവർക്കെല്ലാവർക്കും സ്വന്തമായിട്ട് ഇൻഫ്രാസ്ട്രക്ചറോ കണക്ടിവിറ്റിയോ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ചിലർക്ക് ഉണ്ടാകാം. ഉദാഹരണമായിട്ട് ഗൂഗിൾ ആകട്ടെ അല്ലെങ്കിൽ ആമസോൺ ആകട്ടെ സ്വന്തമായിട്ടും ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷെ പ്രധാനമായിട്ടും ഇവർ സർവീസസ് ഓഫർ ചെയ്യുന്നത് മറ്റ് ചില കമ്പനികൾക്കായിരിക്കും. സാധാരണ രീതിയിൽ ഒരു B2B ബിസിനസ്സുകൾക്കൊക്കെ ആയിരിക്കും. മറ്റ് കമ്പനികൾക്ക് സ്കെയിലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള ഡാറ്റ ഡ്രിവൺ സർവീസസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ളവർ അത് കൊടുക്കുന്നു. ലിസ്റ്റഡ് കമ്പനി ആയിട്ടുള്ള ഇൻഫോസിസ് ആകട്ടെ, ടെക് മഹീന്ദ്ര ആകട്ടെ, ഇവരെല്ലാവരും ഈ ഒരു സെഗ്മെന്റിന്റെ അകത്ത് സർവീസ് ഓഫർ ചെയ്യുന്ന കമ്പനികളാണ്. പ്രോഫിറ്റ് മാർജിൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കമ്പനികൾ കോലൊക്കേഷൻ ഡാറ്റാ സെന്റർ കമ്പനികൾക്ക് ഏകദേശം അടുത്ത് തന്നെ ഉള്ള പ്രോഫിറ്റ് മാർജിൻസ് ഉണ്ടാക്കുന്നു. അതായത് ഏകദേശം ഒരു 40 മുതൽ 60% വരെയുള്ള ഒരു പ്രോഫിറ്റ് മാർജിൻസ് ആണ് സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള കമ്പനികളുടെ ടിപ്പിക്കൽ ആയിട്ടുള്ള പ്രോഫിറ്റ് മാർജിൻ. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റർപ്രൈസ് ഡാറ്റാ സർവീസ് ആണ്.
എന്റർപ്രൈസ് ഡാറ്റാ സെർവേഴ്സ് എന്ന് പറയുന്ന സാധാരണ രീതിയിൽ അതൊരു ബിസിനസ് ടു ബിസിനസ് എന്നല്ല, സാധാരണ രീതിയിൽ ഇത് മാനേജ് ചെയ്യുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ അവരവരുടെ ഉപയോഗത്തിന് തന്നെയായിരിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ റിലയൻസ് ജിയോയുടെ ഡാറ്റാ സെന്റേഴ്സ്, അദാനിയുടെ ഡാറ്റാ സെന്റേഴ്സ്, ഗവൺമെന്റിന്റെ ഡാറ്റാ സെന്റേഴ്സ്, അതായത് നമ്മുടെ ആധാർ ഡാറ്റ, യൂണീക്ക് ഐഡിയുടെ ഡാറ്റ മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള ഡാറ്റാ സെർവേഴ്സ്, ഭാരതി എയർടെലിന്റെ ഡാറ്റാ സെന്റേഴ്സ്, ഇവയെല്ലാം ഈ ഒരു സെഗ്മെന്റിൽ വരുന്നതാണ് എന്റർപ്രൈസ് ഡാറ്റാ സെന്റേഴ്സിന്റെ. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഡാറ്റാ സെന്റർ അവർ മാനേജ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള ഏറ്റവും വലിയൊരു ഗുണം ഡാറ്റാ സെക്യൂരിറ്റിയും അതേപോലെ തന്നെ അവർക്ക് സ്വന്തമായിട്ട് കസ്റ്റമൈസ് ചെയ്യാനും എല്ലാ ഹാർഡ്വെയർ മുതൽ സർവീസ് മുതൽ കണക്ടിവിറ്റി മുതലുള്ള എല്ലാത്തിന്റെയും മുകളിലുള്ള ഒരു കൺട്രോൾ ഇത്തരത്തിലുള്ള ഒരു ഡാറ്റാ സെന്റർ മാനേജ് ചെയ്യുന്നതുകൊണ്ട് ലഭിക്കും. പക്ഷേ പ്രോഫിറ്റ് മാർജിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ താരതമ്യേന ഇതിന്റെ പ്രോഫിറ്റ് മാർജിൻ ബുക്സിന്റെ അത് നോക്കുമ്പോൾ വളരെ ചെറുതായിരിക്കും. മറ്റൊന്നും കൊണ്ടല്ല, വളരെ ഉയർന്ന ഓപ്പറേഷണൽ കോസ്റ്റ്, ഇത് പോരാതെ പെർഫോമൻസിന്റെ മുകളിൽ വലുതായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്. കൂടാതെ ബുക്സിന്റെ അകത്ത് നമ്മൾ എഴുതുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ലാഭിക്കുന്ന പണം മാത്രമേ ഇതിന്റെ ഒരു പ്രോഫിറ്റ് ആയിട്ട് പാരന്റ് കമ്പനിയുടെ ബുക്സിന്റെ അകത്ത് വരികയുള്ളൂ. അതായത് പുറത്തു നിന്ന് ഇതേ സർവീസ് 100 രൂപയ്ക്ക് അവൈൽ ചെയ്യുകയാണെങ്കിൽ ഇവർക്കത് 80 രൂപയ്ക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 20 രൂപ മാത്രമേ ഇതിന്റെ അകത്ത്, 20% മാത്രമേ ഇതിനകത്ത് മാർജിൻസ് ആയിട്ട് അക്കൗണ്ട് ചെയ്യുകയുള്ളൂ. ബാക്കി ലാഭമാണെങ്കിൽ കൂടിയും അത്തരത്തിലുള്ളത് അക്കൗണ്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് പ്രോഫിറ്റ് മാർജിൻസ് നമ്പേഴ്സ് നമ്മൾ എടുത്ത് നോക്കി കഴിയുമ്പോൾ താരതമ്യേന ചെറുതായിരിക്കും. കൂടാതെ മുഴുവൻ കപ്പാസിറ്റി ഉപയോഗിച്ചു കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ സ്പെയർ കപ്പാസിറ്റി അവിടെ കിടക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത് എക്കണോമിക്കലായിട്ട് കരുതപ്പെടുന്നില്ല. പക്ഷേ അതേസമയം തന്നെ ഡാറ്റാ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടും സ്വന്തമായിട്ടുള്ള ഒരു കൺട്രോളിന് വേണ്ടിയിട്ടും ഹൈ പെർഫോമൻസിന് വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള എന്റർപ്രൈസ് ഡാറ്റാ സെന്റേഴ്സ് വളരെയധികം വലിയ കമ്പനികൾ മാനേജ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണപ്പെടുന്നു. അടുത്തായിട്ട് മാനേജ്ഡ് ഹോസ്റ്റിംഗ് ഡാറ്റാ സെന്റേഴ്സ് ആണ്. മാനേജ്ഡ് ഹോസ്റ്റിംഗ് ഡാറ്റാ സെന്റേഴ്സ് നമുക്ക് പലപ്പോഴും വളരെ സുപരിചിതമായിരിക്കും. കാരണം ഇത്തരത്തിലുള്ള ഡാറ്റാ സെന്ററിന്റെ സർവീസസ് ഒക്കെ അവൈൽ ചെയ്യുന്ന ചെറുകിടക്കാരായിട്ടുള്ള ബിസിനസ്സുകാരോ ഇൻഡിവിജ്വൽസോ ഒക്കെ ഉണ്ടാവും. അതായത് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു ക്ലൗഡ് ആയിരിക്കും. ക്ലൗഡിന്റെ അകത്ത് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനൊക്കെ വേണ്ടിയിട്ട് ഒരു എൻഡ് ടു എൻഡ് സൊല്യൂഷൻ, ചിലപ്പോൾ ഒരു സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വെബ്സൈറ്റിന്റെ ഇന്റർഫേസും അതുപോലെയൊക്കെ ഉണ്ടാകാം. സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള ഡാറ്റാ സെന്റർ വ്യവസായത്തിന്റെ പ്രോഫിറ്റ് മാർജിൻസ് ചെറുതായിരിക്കേണ്ടതാണ്. പക്ഷെ അതേസമയം ഇതൊരു റീറ്റെയിലിംഗിന്റെ അകത്തേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഒരു പ്രീമിയം റേറ്റ്സ് ആണ് സാധാരണ രീതിയിൽ കോട്ട് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രോഫിറ്റ് മാർജിൻസ് ഒരു മോഡറേറ്റ് പ്രോഫിറ്റ് മാർജിൻസ് ആയിട്ട് തന്നെ കരുതാൻ കഴിയും. കൂടാതെ ഇതിന്റെ അകത്ത് ഹാർഡ്വെയർ ഇൻവെസ്റ്റ്മെന്റ് സാധാരണ രീതിയിൽ വലുതായിട്ട് ഉണ്ടാകാറില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഒരു ക്രിട്ടിക്കൽ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ആരും മാനേജ്ഡ് ഹോസ്റ്റിംഗ് ഡാറ്റാ സെന്റേഴ്സിലേക്ക് പോകാറില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഒരു ലേറ്റൻസിയെ പോലുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അധികാരം ബോധർ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഒരു ക്രിട്ടിക്കൽ ഓപ്പറേഷൻസ് ആയിട്ട് കാണാറില്ല. അടുത്തായിട്ട് ഹൈപ്പർ സ്കെയിൽ ഡാറ്റാ സെന്റേഴ്സ് ആണ്. അപ്പോൾ ഹൈപ്പർ സ്കെയിൽ ഡാറ്റാ സെന്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസിന്റെ മുകളിൽ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റാ സെന്റേഴ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ സാധാരണ രീതിയിൽ ഒരു വലിയ ലാർജ് സ്കെയിൽ ഫെസിലിറ്റീസ് ആയിരിക്കും. ഭയങ്കര വലുതായിട്ടുള്ള ക്ലൗഡ് പ്രൊവൈഡേഴ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ടെക്നോളജി കമ്പനിക്കോ വേണ്ടിയിട്ടുള്ള ഒരു ബാക്കപ്പ് നൽകുന്നവയാകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഡാറ്റ ബാക്കപ്പ് സൊല്യൂഷൻസ് ആകാം. അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ ഒരു ഹൈ പെർഫോമൻസ് ഹാർഡ്വെയർ ഇവയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. വലിയ കമ്പനികളായിട്ടുള്ള ഗൂഗിൾ ആകട്ടെ, ആമസോൺ ആകട്ടെ, മൈക്രോസോഫ്റ്റ് ആകട്ടെ, ഇവയെല്ലാം ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ള ഹൈപ്പർ സ്കെയിൽ ഡാറ്റാ സെന്റേഴ്സ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവർക്കൊന്നും, ഈ പറഞ്ഞ കമ്പനികൾക്കൊന്നും ഹാർഡ്വെയർ സാധാരണ രീതിയിൽ ഉണ്ടാകാറില്ല. കൂടാതെ ഇത്തരത്തിലുള്ള ഡാറ്റാ സെന്റേഴ്സ് മാനേജ് ചെയ്യുന്നവരെ സംബന്ധിച്ച് കൂളിംഗ് സൊല്യൂഷൻസും അതേപോലെ തന്നെ എനർജി എഫിഷ്യൻസിയും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ഹൈപ്പർ സ്കെയിൽ ഡാറ്റാ സെന്റേഴ്സിനെ സംബന്ധിച്ച് പവർ കമ്പനികൾ, അവരുടെ ടെക്നോളജി, ഇവയെല്ലാം വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ഹൈപ്പർ സ്കെയിൽ ഡാറ്റാ സെന്റേഴ്സിന്റെ മിക്കതിന്റെയും പവർ മാനേജ്മെന്റ് സിസ്റ്റംസും പവർ മാനേജ്മെന്റ് സൊല്യൂഷൻസും പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്യുന്ന ഹിറ്റാച്ചി ആയിരിക്കും. അതിന്റെ അർത്ഥം മറ്റാർക്കും ഇത് ഇല്ല എന്നുള്ളതല്ല. പക്ഷേ ഹിറ്റാച്ചി ആദ്യകാലം മുതലേ എഫിഷ്യന്റ് ആയിട്ടുള്ള കൂളിംഗ് സൊല്യൂഷൻസ് ഓഫർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിൽ അവർക്ക് മോശമില്ലാത്തൊരു നല്ല പേരുണ്ട് എന്നുള്ളതാണ്. അടുത്തായിട്ട് പ്രോഫിറ്റ് മാർജിൻസ് നോക്കുമ്പോൾ ഒരു മോഡറേറ്റ് പ്രോഫിറ്റ് മാർജിൻസേ ഇത്തരത്തിലുള്ള ഹൈപ്പർ സ്കെയിൽ ഡാറ്റാ സെന്റേഴ്സ് ഉണ്ടാകാറുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇതൊരു ലീസ്റ്റ് ഫെസിലിറ്റീസ് ആയിട്ടാണ് വരാറുള്ളത്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ആകെ ഹാർഡ്വെയർ പെർഫോമൻസിന്റെ മുകളിലും എനർജി എഫിഷ്യൻസിയുടെ മുകളിലും ഒരു ട്രേഡ് ഓഫ് കണ്ടുപിടിക്കേണ്ട ആവശ്യമായിട്ട് വരും. കാരണം ഭയങ്കരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റോ ഭയങ്കര പെർഫോമൻസിന്റെ മുകളിലോ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവ് ആവും എന്നുള്ള കാര്യത്തിന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് മാർജിൻസ് താരതമ്യേന കുറച്ചൊരു മോഡറേറ്റ് ലെവലിൽ ഒരു 35 മുതൽ 50% വരെ അല്ലെങ്കിൽ 55% വരെ എന്ന നിലയിലാണ് നിലനിർത്തുക എന്നാണ് നാസ്കോമിന്റെയും മക്കിൻസിയുടെയും പേപ്പേഴ്സ് പറയുന്നത്. ഇവ കൂടാതെ ഹാർഡ്വെയർ അപ്ഗ്രഡേഷൻ, നമ്മൾ കരുതുന്ന പോലെ ചിലപ്പം ഒരു വർഷത്തിന് പലതവണ ഹാർഡ്വെയർ അപ്ഗ്രഡേഷൻ വേണ്ടി വരും. ഇത് ഓപ്പറേഷണൽ കോസ്റ്റിനെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അവസാനത്തെ തരം ഡാറ്റാ സെന്റേഴ്സ് ആണ് എഡ്ജ് ഡാറ്റാ സെന്റേഴ്സ്. ഇപ്പോൾ എഡ്ജ് ഡാറ്റാ സെന്റർ എന്ന് പറയുന്നത് 100% ക്രിട്ടിക്കൽ ആയിട്ടുള്ള പെർഫോമൻസിന് വേണ്ടിയിട്ട് മാത്രം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് പാടില്ല, എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ ഇവിടെ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് നേരെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി വളരെ
ചുരുങ്ങിയ ലേറ്റൻസിയിൽ വേണം റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള ഇതിനകത്തൊക്കെ ഹോസ്റ്റ് ചെയ്യുന്നത് റിയൽ ടൈം ആപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളതായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്ലാറ്റ്ഫോംസ്. കാരണം നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം അത് എക്സിക്യൂട്ട് ആയാൽ പോരാ. അതുപോലെ പല IoT ആപ്ലിക്കേഷൻസ്, ഗെയിമിംഗ് പ്ലാറ്റ്ഫോംസ്, പിന്നെ മീഡിയ കമ്പനീസ്. കാരണം ലൈവ് ആയിട്ടുള്ള പല ട്രാൻസ്മിഷൻസും റിയൽ ടൈം ആയിട്ട് പ്രോസസ് ചെയ്തിട്ട് ഓൺലൈൻ എഡിറ്റിംഗ് നടത്തി പ്രോസസ് ചെയ്തിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്തേ പോകണം. അപ്പം അതിനു വേണ്ടിയിട്ട് പ്രോഫിറ്റ് മാർജിനെ കുറിച്ച് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഈ പറഞ്ഞ 2 പേപ്പർ, നാസ്കോമിന്റെ ആകട്ടെ അല്ലെങ്കിൽ മെക്കിൻസിയുടെ ആകട്ടെ, രണ്ടിന്റെയും പേപ്പറിൽ വ്യക്തമായിട്ട് പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും അത് കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങളായിട്ട് പല കമ്പനികളുടെയും വളരെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസ്, ഭാരതി എയർടെൽ, അദാനി, ഈ 3 കമ്പനികളുടെയും എഡ്ജ് ഡാറ്റാ സെന്റേഴ്സിന്റെ ഡാറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ആണെങ്കിൽ ജിയോ ആണ്. അപ്പോൾ എഡ്ജിന്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ 2021 മുതൽ 2021 മുതൽ ഇങ്ങോട്ട് വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും 21%, 41%, 21% എന്ന രീതിയിലൊക്കെയാണ് വാരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഭാരതി എയർടെലിന്റെ നെക്സ്ട്രാ ഡേറ്റ എന്ന് പറഞ്ഞിട്ട് പ്ലാറ്റ്ഫോം കൂടിയാണ്, NXTRA എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ്. അതിലും ഈ പറഞ്ഞ പോലെ തന്നെ 30, 35, 60 എന്ന് പറയുന്ന വളരെ ഒരു വേരിയബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റയാണ്, പ്രോഫിറ്റ് മാർജിൻസ് ആണ് കാണാൻ കഴിയുന്നത്. മറ്റൊന്നുള്ളത് അദാനി എന്റർപ്രൈസസ് ആണ്. അദാനി എന്റർപ്രൈസസ് എഡ്ജ് കണക്ടെക്സും അതുപോലെ അദാനി കണക്ടെക്സും ഇത് രണ്ടും വെച്ചിട്ടാണ് എഡ്ജ് ഡാറ്റാ സെന്റേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പം അദാനി എന്റർപ്രൈസസിന്റെ നമ്മൾ ഡാറ്റ എടുത്ത് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം, അതും ഈ പറഞ്ഞ പോലത്തെ ഏകദേശം 30, 40, 25 എന്ന് പറയുന്ന പ്രോഫിറ്റ് മാർജിൻസ് ആണ് വേരി ചെയ്യുന്നത്. അപ്പം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയൊരു പ്രോഫിറ്റ് മാർജിൻ എഡ്ജ് ഡാറ്റാ സെന്റേഴ്സ് മുമ്പോട്ട് വെക്കുന്നില്ല. ചിലപ്പോൾ അത് ആദ്യകാലങ്ങളിലായതുകൊണ്ടാകാം. പിന്നീട് അങ്ങോട്ട് എനിക്ക് തോന്നുന്നു ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻസും അതേപോലെ തന്നെ ഗെയിമിംഗ് പോലെയുള്ള, മീഡിയ പോലെയുള്ള പല പല കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവരുടെ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് പെർഫോമൻസിനെ മാത്രം ബേസ് ചെയ്തിട്ട് ഒരു പ്രീമിയം പ്രൈസിങ് പേ ചെയ്യാൻ റെഡി ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് ഒരു ബേസ് ഉണ്ടായി വന്നേക്കാം. ഇതോടുകൂടി ഈ ഒരു മേഖല കൂടി മോശമില്ലാത്തൊരു പ്രോഫിറ്റ് മാർജിൻ കാഴ്ചവെച്ചേക്കാം. അപ്പോൾ നമ്മളിവിടെ പ്രതിപാദിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെയുള്ളത് ഡാറ്റാ സെന്ററിന്റെ ടൈപ്സ് മാത്രമാണ്. ഡാറ്റാ സെന്ററിൻ്റെ അകത്ത് ടെക്നോളജി മാത്രമല്ല ഉള്ളത്, പവർ മാനേജ്മെന്റ് വലിയൊരു കാര്യമാണ്, ഇൻഫ്രാസ്ട്രക്ചർ, ലൊക്കേഷൻ, ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നെറ്റ്വെബ് എന്ന് പറയുന്നത് ഹാർഡ്വെയർ കമ്പനിയാണ്. പണ്ടാരോ പറഞ്ഞതുപോലെ എല്ലാവരും സ്വർണം കുഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഷവല് തൂമ്പാവിക്കുന്ന കട തുടങ്ങുന്നതാണ് ഏറ്റവും ലാഭകരം സ്വർണം ഖനനം ചെയ്യാൻ പോകുന്നതിനേക്കാളും. അതേപോലത്തെ ഒരു ബിസിനസ്സാണ് നെറ്റ്വെബ് നടത്തുന്നത്. അനന്തരാജിന്റെ റിയൽ എസ്റ്റേറ്റ് പാർട്ടിൽ ലീസ് ചെയ്യുന്നത് അതും അതേപോലത്തെ ഒരു ബിസിനസ്സാണ്. ഹിറ്റാച്ചി കൂളിംഗ് ആൻഡ് പവർ മാനേജ്മെന്റ് അതും അതേപോലത്തെ ഒരു ബിസിനസ്സാണ്. ഇതേ കൂടാതെ ഒട്ടനേകം ഈ പറഞ്ഞ പോലെ അലൈഡ് സർവീസ് ഡാറ്റാ സെന്ററിന് കൊടുക്കുന്ന കമ്പനികളൊക്കെ ഉണ്ട്. അപ്പോൾ ഡാറ്റാ സെന്റർ എന്ന് കേട്ട് ചാടി വീണ് അതിന്റെ മുകളിൽ നിക്ഷേപിക്കാൻ പോകുന്നതിന് മുമ്പ് അത് എത്തരത്തിലുള്ള ഡാറ്റാ സെന്റർ ആണെന്നും അതിന് ഏതൊക്കെ തരത്തിലുള്ള റിസ്കുകളാണ് മുമ്പോട്ട് കാണാൻ കഴിയുന്നതെന്നും അതിന്റെ പ്രോഫിറ്റ് മാർജിൻസ് എന്താണെന്നും ഇക്കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചതിന് ശേഷം മാത്രം, ഒരു പഠനം നടത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ നിക്ഷേപത്തിനായി ഇറങ്ങി പുറപ്പെടുക. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.